നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ ജനപദങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചൊരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ. നമ്മുടെ രാജ്യത്ത് പല മതങ്ങൾ തമ്മിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന എല്ലാ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം ഒരുമിച്ച് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. ഞാൻ മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇന്നത്തെ എത്യോപ്യ, പഴയ അബീസീനിയ, അവിടെ നിന്നും അടിമ വ്യാപാരം ഉണ്ടായിരുന്ന കാലത്ത് അടിമയായി ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ നമ്മുടെ ബിജാപൂരിലെ സുൽത്താനായി മാറി എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഭാഗം ആളുകളെയും അംഗീകരിക്കുമായി അതിന്റെ തുടർച്ചയായിരുന്നു ദേശീയ പ്രസ്ഥാനം. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമെല്ലാം രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തെ വ്യത്യസ്തമായ ചിന്താധാരകളെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സമീപനം ദേശീയ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് മഹാത്മജി വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടത്, ശ്രീമദ് അയ്യങ്കാളിയെ കണ്ടത്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയത്, മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദലിത് പ്രവേശനത്തിന് വേണ്ടി പിന്തുണ കൊടുത്തത്. രാജ്യത്ത് ഉടനീളം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും സാമൂഹ്യ മാറ്റത്തിനും നവോത്ഥാനത്തിനും വേണ്ടി നടത്തിയ പ്രസ്ഥാനങ്ങളെയെല്ലാം ദേശീയ പ്രസ്ഥാനം ചേർക്കുന്നു. അപ്പോൾ എല്ലാ അരുവികളും ഒഴുകി നദിയിലെത്തിയ ആ നദി ഒഴുകി ഒരു മഹാസാഗരത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ ഈ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒഴുകിയെത്തുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനം മാറി. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രോഡക്റ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനാ അസംബ്ലിയുടെ നേച്ചർ, അതേ അംഗങ്ങൾ, പരിണതപ്രജ്ഞരായ നിയമജ്ഞരായ അതിന്റെ അംഗങ്ങൾ, അവിടെ നടന്ന ചർച്ചകൾ. നമുക്കറിയാം, ഭരണഘടനയെക്കുറിച്ച് നമുക്ക് എന്ത് സംശയം ഉണ്ടായാലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രൊസീഡിംഗ്സിലേക്കാണ് നമ്മൾ ചെന്ന് നോക്കുന്നത്. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും നിവർത്തി തരുന്ന തരത്തിൽ എല്ലാ ആസ്പെക്ട്സും ഓരോ ആംഗിളിൽ നിന്നും നടത്തിയ വിശദമായ ചർച്ചകളാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ആർട്ടിക്കിൾ 21 കുറിച്ച് മാത്രം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളൊരു പുസ്തകം, ആ ഒരു മനോഹരമായ പുസ്തകമാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റൈറ്റ് ടു ലൈഫ്, അതിനെക്കുറിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നത് എത്ര വിശദമായ ചർച്ചകളാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള ലോകത്തിൽ വിവിധ നാടുകളിലുള്ള ഭരണഘടനയെക്കുറിച്ചൊക്കെ നടന്ന വിശദമായ ചർച്ചകൾക്ക് ശേഷം നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നത് വെറും റൈറ്റ് ടു ലിവ് അല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് ആർട്ടിക്കിൾ 21 ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാവും. ഓരോ വകുപ്പുകളെക്കുറിച്ചും അത്രയും വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്.